നമ്മൾ ഉപയോഗിക്കുന്ന ടേബിൾ ഫാൻ, വാൾ ഫാൻ, പെഡസ്റ്റൽ ഫാനിന്റെ ഒക്കെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഈ മോഡൽ സ്വിച്ച് കംപ്ലൈന്റ് ആയാലും എങ്ങനെ അത് മാറി വെക്കാൻ നോക്കിയാലോ. ഈ മോഡൽ ഫാനൊക്കെ ആണെങ്കിൽ സ്വിച്ച് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കവർ ഉണ്ട്, അത് നമുക്ക് അഴിച്ചെടുക്കണം. ഈ ഫാനിന്റെ ഫ്രണ്ടിലത്തെ കവർ അഴിക്കാൻ വേണ്ടി ബാക്കിലുള്ള 6 സ്ക്രൂകൾ ഉണ്ട്, അത് ലൂസ് ചെയ്തെടുക്കണം. സ്ക്രൂകളെല്ലാം ലൂസ് ചെയ്ത ശേഷം പയ്യെ കവറിങ് അകത്തേ മതി, അഴിഞ്ഞു വന്നോളും. നമുക്ക് ഈ സ്വിച്ചിലേക്ക് വന്നേക്കുന്ന കണക്ഷൻ ഒന്നും അറിയത്തില്ലെങ്കിൽ അഴിക്കണതിന് മുമ്പായിട്ട് മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കണം. ഈ തയ്ക്കാനൊക്കെ ഉപയോഗിക്കണ കൂട്ട് ഈ ടൈപ്പ് ഒരു സൂചി ആവശ്യമുണ്ട്. ഈ സ്വിച്ചിലേക്ക് വയർ കണക്ട് ചെയ്തേക്കണത് ഒരു ലോക്ക് പോലെയാണ്, അപ്പോൾ ഒരു ചെറിയ ഹോൾ ഉണ്ട്, അതിലേക്ക് സൂചി വെച്ച് കുത്തിയാൽ മതി, ഓരോ വയർ കഴിഞ്ഞു വരും. നമ്മൾ അഴിച്ചെടുത്ത ഓരോ വയറുകളും കറക്റ്റായിട്ട് പുതിയ സ്വിച്ച് വാങ്ങുമ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യണം. നമ്മൾ പുതിയ സ്വിച്ച് വാങ്ങാൻ പോകുമ്പോൾ പഴയ സ്വിച്ച് കൊണ്ട് കാണിച്ചു വാങ്ങണമായിരിക്കും നല്ലത്. പല ഷേപ്പിലുള്ള സ്വിച്ചുകളുണ്ട്. ഞാൻ ഈ ഫാനിൽ വെക്കാൻ വേണ്ടിയുള്ള പുതിയ സ്വിച്ച് ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ 50 രൂപയായിരുന്നു റേറ്റ് ആയത്. ഇതിലിരുന്ന പഴയ സ്വിച്ച് അഴിച്ചു മാറ്റിയ ശേഷം നമുക്ക് പുതിയ സ്വിച്ച് അതിലേക്ക് ഫിറ്റ് ചെയ്യാം. പഴയ സ്വിച്ച് അഴിച്ചു മാറ്റാൻ വേണ്ടി സ്വിച്ചിന്റെ ഇരുവശങ്ങളിലുള്ള സ്ക്രൂകൾ ലൂസ് ചെയ്ത ശേഷം പുതിയ സ്വിച്ച് അതുപോലെ വെച്ച് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്താൽ മതി. പുതിയ സ്വിച്ച് ഫിറ്റ് ചെയ്ത ശേഷം പഴയ സ്വിച്ചിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ വയറുകളെല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം. ചില ഫാനിലൊക്കെ സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഡയഗ്രം ഉണ്ട്, അത് നോക്കിയിട്ട് കൊടുത്താലും മതി. സ്വിച്ചിലേക്ക് എളുപ്പത്തിൽ വയർ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അഴിച്ചെടുത്തോലെ തന്നെ ഓരോ ഹോളിലേക്കും സൂചി കയറ്റി വെച്ച ശേഷം വയർ ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ മതി. എല്ലാ വയറുകളും കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഫ്രണ്ടിലത്തെ സ്വിച്ച് ഫിറ്റ് ചെയ്തിരിക്കുന്ന കവർ നമുക്ക് അതിലേക്ക് ഫിറ്റ് ചെയ്യാം. ബാക്ക് സൈഡിലുള്ള 6 സ്ക്രൂകൾ ഇട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. സ്വന്തമായിട്ടൊക്കെ ചെയ്യാൻ പരിചയക്കുറവുള്ളവരാണെങ്കിൽ റിപ്പയർ ചെയ്യണ ആരുടെയെങ്കിലും കൈ കൊടുത്താൽ അത് ഇതുപോലെ മാറി കിട്ടും. വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.